ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. ത്രോട്ട് ചക്ര, നിങ്ങളുടെയോ അവരുടെയോ ത്രോട്ട് ചക്ര ഇപ്പോൾ ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ലെറ്റ്സ് മീറ്റ്, ഒന്ന് നേരിൽ കാണാമെന്നാണ് പറയുന്നത്. റൂട്ട് ചക്ര, നിങ്ങളുടെയോ അവരുടെയോ റൂട്ട് ചക്ര ഇപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ പണം ഒരു പക്ഷെ വരുന്നുണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചെലവുകൾ ഉണ്ടായിരിക്കും. വിചാരിക്കുന്നതിലധികം അല്ലെങ്കിൽ വിചാരിക്കുന്നതിൽ വേഗത്തിൽ പണം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ വരുന്ന പണം പോകുന്നുണ്ടായിരിക്കും. ക്യാൻ യു ഫോർഗീവ് മീ, ക്ഷമിക്കുമോന്ന് ഒന്ന് ക്ഷമിക്കുമോ പ്ലീസ്, അങ്ങനെയാണ് പറയുന്നത്. ലിയോ, നിങ്ങളുടെയോ അവരുടെയോ സോഡിയക് സൈൻ ലിയോ ആയിരിക്കും. ഐ ഡോണ്ട് കെയർ, എന്തോ ഒരു കാര്യം അതൊന്നും അവരെ ബാധിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത്. ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്, ഓക്കെ, അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന്. ബട്ടർഫ്ലൈ, നിങ്ങളോ അവരോ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനിലൂടെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എന്നായിരിക്കാം നിങ്ങളോ അവരോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ടായിരിക്കുക. ഇനി അതുമല്ലെങ്കിൽ ബട്ടർഫ്ലൈ എന്നൊരു സംഭവത്തിന് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരിക്കും. ബോഡി ഷെയിം, ഒരുപാട് ബോഡി ഷെയിം അനുഭവിച്ചവരായിരിക്കാം നിങ്ങൾ. യു ആർ മൈ ഇൻസ്പിറേഷൻ, നിങ്ങളാണ് അവരുടെ ഇൻസ്പിറേഷൻ എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ വരവിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അവരെ നിങ്ങൾ മാറ്റിയെടുത്തു എന്നും ഒരു മെസ്സേജ് ഇതിൽ പറയാം. ഇതാണ് ശരി, എന്തോ ഒരു കാര്യം അതാണ് ശരി എന്നാണ് അവർ പറയുന്നത്. ഞാൻ നിന്നെ എൻ്റെ സ്വപ്നത്തിൽ കാണാറുണ്ട്, ഓക്കെ, അവർ നിങ്ങളെ സ്വപ്നം കാണാറുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കടന്നുപോയ അല്ലെങ്കിൽ പ്രണയിച്ച ആ ഒരു കാലഘട്ടം അതൊക്കെ കാണുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എന്തായാലും സ്വപ്നം കാണുന്നുണ്ട്, സ്വപ്നത്തിൽ കാണുന്നുണ്ട്. അതാണ് ഇവിടെ കിട്ടുന്ന മെസ്സേജ്. നീ എന്നെ മറ്റൊരു വ്യക്തിയാക്കി, നേരത്തെ പറഞ്ഞിരുന്നു ഇൻസ്പിറേഷൻ, അപ്പോൾ പറഞ്ഞിരുന്നു ഇങ്ങനെ. അപ്പോൾ അത് ഡബിൾ കൺഫർമേഷൻ ആണ്.